ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ റെയ്ഡ് 2 എന്നൊരു ഹിന്ദി മൂവിയുടെ മുഴുവൻ എക്സ്പ്ലനേഷനാണ് ഈ ഒരു വീഡിയോയിൽ കാണാൻ പോകുന്നത്. ഇതൊരു അടിപൊളി മൂവിയാണ് കേട്ടോ. എന്നാൽ നമുക്ക് മൂവിയുടെ മുഴുവൻ എക്സ്പ്ലനേഷനിലോട്ട് പോയാലോ? അതിനു മുൻപായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. മൂവിയുടെ തുടക്കത്തിൽ തന്നെ രാജസ്ഥാനിലെ 1989 കാലഘട്ടമാണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു രാജാവിന് വേണ്ടപ്പെട്ടവരെയും MLA MP എല്ലാം വിളിച്ചിട്ട് വീട്ടിലൊരു പാർട്ടി നടത്തുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് രാജാവിന് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നത്, രാജാവിൻ്റെ വീട്ടിലേക്ക് എങ്ങനെ റെയ്ഡ് വരാൻ പോവുകയാണെന്ന്. വർഷങ്ങളായിട്ട് കാത്തു സൂക്ഷിച്ച് വെച്ച സ്വത്തെല്ലാം പോകുമോ എന്നൊരു പേടിയ രാജാവിനുണ്ട് കേട്ടോ. സോ രാജാവ് പാർട്ടീനെ പാതിയിൽ തന്നെ സ്റ്റോപ്പ് ചെയ്തിട്ട് അവിടെയുള്ള കാവലാളികളുടെ കയ്യിലെല്ലാം തന്നെ ഗണ്ണ് കൊടുത്തിട്ട് ഇവിടേക്ക് ഒരു ഓഫീസേഴ്സും വരാൻ പാടില്ല എന്ന് പറയുന്നു. അങ്ങനെ രാജാവിൻ്റെ കാവൽക്കാരന്മാരെല്ലാവരും തന്നെ ഗണ്ണുമായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ആ ഗ്രാമത്തിലെ ആളുകളും രാജാവിന് വേണ്ടി വന്ന് നിൽക്കുകയാണ്. മറ്റൊരു ഭാഗത്തായിക്കോട്ടെ, രാജാവിൻ്റെ വീട്ടിലുണ്ടായിരുന്ന കോസ്റ്റ്ലിയായ ആഭരണങ്ങളും പണവും എല്ലാം തന്നെ ഓരോ ബോക്സിലാക്കിയിട്ട് അവിടെയുള്ള ലോറിയിൽ കയറ്റി വിടുന്നുണ്ട്. രാജാവിൻ്റെ തലപതിയാണ് ഇതെല്ലാം തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് സേഫായി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെ ആരും തന്നെ അവിടെയുള്ള കാവലാളികളോ ജനങ്ങളോ അങ്ങോട്ട് കയറാൻ സമ്മതിക്കുന്നില്ല കേട്ടോ. അവരെയെല്ലാം തന്നെ ആട്ടി ഓട്ടിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്തായിക്കോട്ടെ, ആ രാജാവിൻ്റെ പണമെല്ലാം ഒരു 4 ലോറിയിൽ പോകുന്നുണ്ടല്ലോ, അതിന് മുന്നിലായിട്ട് ഒരു ജീപ്പിൽ പടത്തലപതി പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹീറോയുടെ എൻട്രിയാണ്. ഹീറോയുടെ പേര് അമയ് പട്നായിക് ആണ്. ഇൻകം ടാക്സ് ഓഫീസേഴ്സിൻ്റെ ഹെഡാണ് കേട്ടോ. ഇപ്പോൾ ആ തലപതിയോട് പറയുന്നുണ്ട്, ഞങ്ങൾക്ക് ഇവിടെയെല്ലാം തന്നെ പരിശോധിക്കണമെന്ന്. ഇവിടെ എത്ര കാവലാളികൾ ഉണ്ടെന്നറിയോ? അതിനൊന്നും ഞങ്ങൾക്ക് പെർമിഷൻ തരാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ ഹീറോ വിളിച്ചു വരുത്തിയ ഒരുപാട് പോലീസുകാരും ഓഫീസേഴ്സും എല്ലാം തന്നെ ആ ലോറിക്ക് ചുറ്റും വന്ന് നിൽക്കുന്നുണ്ട്. വേറെ വഴിയൊന്നുമില്ല കേട്ടോ. ആ രാജാവിൻ്റെ തലപതിക്ക് നമ്മുടെ ഹീറോയുടെ മുന്നിൽ കീഴടങ്ങേണ്ടതായിട്ട് വരുന്നുണ്ട്. അങ്ങനെ പണവും സ്വർണ്ണാഭരണങ്ങളും എല്ലാം തന്നെ നമ്മുടെ ഇൻകം ടാക്സ് ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നു. രാജാവിൻ്റെ ആ തലപതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹീറോൻ്റെ അടുത്ത് വന്നിട്ട് ഡീലിംഗ് സംസാരിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പണം വേണമെങ്കിലും തരാം, 10 ലക്ഷം രൂപ വരെ തരാൻ തയ്യാറാണ്. ഇതെല്ലാം രാജാവിൻ്റെ സ്വത്താണ്, രാജാവിൻ്റെ കയ്യിൽ തന്നെ കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഹീറോ പറയുന്നുണ്ട്, 2 കോടി രൂപ തരുവാണെങ്കിൽ ഞാനിതിന് സമ്മതിക്കാമെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന അയാളും ആകെ ഷോക്കായി പോകുന്നുണ്ട് കേട്ടോ. വേറെ വഴിയൊന്നും തന്നെ ഇല്ല, നമ്മുടെ ഹീറോന് 2 കോടി രൂപ കൊടുത്തേ പറ്റൂ. അങ്ങനെ ആ സീൻ കട്ട് ചെയ്തിട്ട് ജയിലാണ് കേട്ടോ കാണിക്കുന്നത്. പണ്ട് വലിയ പൊളിറ്റീഷ്യനായിട്ട് ബ്ലാക്ക് മണിയെല്ലാം കാരണം നമ്മുടെ ഹീറോ കാരണം തന്നെ ജയിലിലേക്ക് വന്ന ഒരാളെ കാണിക്കുന്നുണ്ട്. ഇയാളുടെ പേര് രാമേശ്വർ എന്നാണ്. രാമേശ്വർ ഇപ്പോൾ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഹീറോ 73ാമത്തെ ടൈമായിട്ട് ഒരു സ്ഥലത്ത് റെയ്ഡ് പോവുകയും അതുമൂലം 73ാമത്തെ തവണ ട്രാൻസ്ഫറും കിട്ടിയിരിക്കുകയാണെന്ന് അറിയുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ഹീറോയെ കാണിക്കുന്നുണ്ട് കേട്ടോ. ഹീറോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഒരു സാരി കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഭാര്യയും ആ സാരി എടുത്തിട്ട് അലമാരയിൽ വെക്കാൻ പോകുമ്പോൾ ഹീറോ പറയുന്നുണ്ട്, അത് ബാഗിൽ വെക്കുന്നതാണ് നല്ലതെന്ന്. അപ്പോൾ ഹീറോയിന് മനസ്സിലാവുന്നുണ്ട് കേട്ടോ, ഹീറോന് 73ാമത്തെ തവണയും ട്രാൻസ്ഫർ കിട്ടിയിരിക്കുകയാണെന്ന്. ഇവർക്കൊരു മോള് കൂടിയിട്ടുണ്ട് കേട്ടോ. അവളായിക്കോട്ടെ അച്ഛനും വെറുതെ ട്രാൻസ്ഫർ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് സ്കൂളിൽ മാറി മാറി പഠിക്കേണ്ടതായിട്ട് വരുന്നു, എനിക്ക് നല്ല ഫ്രണ്ട് പോലും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നു. അങ്ങനെ നമ്മുടെ ഹീറോയും ഹീറോയിനും ഇവരുടെ മോളും കൂടിയിട്ട് വേറൊരു ഗ്രാമത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ആ ഗ്രാമത്തിൻ്റെ പേര് ഭോജ് എന്നാണ്. അവിടേക്ക് കയറുമ്പോൾ തന്നെ അവിടെയുള്ള ബാനറെല്ലാം തന്നെ നമ്മുടെ ഹീറോ ശ്രദ്ധിക്കുന്നു. ആ പോസ്റ്ററിലെല്ലാം തന്നെ അവിടെയുള്ള മിനിസ്റ്ററായ ദാദാബായിയുടേതാണ് കേട്ടോ. ദാദാബായിനെ അവിടെയുള്ള ജനങ്ങളെല്ലാം ദൈവത്തിനെ പോലെയാണ് കാണുന്നത്. അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഹോസ്പിറ്റൽ കെട്ടിക്കൊടുക്കുകയും വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ ദാദാബായിനെ കാണിക്കുന്നു. ദാദാബായി അമ്മയുടെ കാലെല്ലാം തന്നെ പാല് കൊണ്ട് അഭിഷേകം ചെയ്യുകയാണ്. അമ്മയെ അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ദാദാബായിക്ക് സ്വന്തമായിട്ടൊരു ഫൗണ്ടേഷൻ ഉണ്ട്. അവിടെ ഒരുപാട് അനാഥ കുഞ്ഞുങ്ങൾ താമസിച്ച് പഠിക്കുകയെല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വീണ്ടും നമ്മുടെ ഹീറോയെ കാണിക്കുന്നു. ഹീറോ പുതിയതായി വന്ന ഗ്രാമത്തിലും അദ്ദേഹത്തിൻ്റെ ഓഫീസിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. നോർമലി ഇൻകം ടാക്സ് ഓഫീസേഴ്സ് എല്ലാം 9:30ക്കാണ് വരിക. നമ്മുടെ ഹീറോ 9 മണിക്ക് തന്നെ എത്തിയിരിക്കുകയാണ്. പിന്നാലെ വരുന്ന ഓഫീസേഴ്സ് എല്ലാം അമയ് പട്നായിക് വന്നിരിക്കുകയാണോ എന്ന് പറഞ്ഞ് ഒരുമാതിരി ഷോക്കോട് കൂടി തന്നെ നോക്കുന്നുണ്ട്. കാരണം ഇതിൽ മിക്ക ആളുകളും നമ്മുടെ ഹീറോയെക്കുറിച്ച് കേട്ടിട്ടുണ്ട് കേട്ടോ. ഹീറോ ഇപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഓഫീസേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെയുള്ള എല്ലാ പ്രോപ്പർട്ടിയുടെ ഫയൽസും എനിക്ക് എത്രയും പെട്ടെന്ന് എത്തണമെന്ന്. അപ്പോൾ അവിടെയുള്ളവർ പറയുന്നുണ്ട്, ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഇവിടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഭയങ്കര നീറ്റായിട്ടാണ് പോകുന്നത്. കാരണം എല്ലാം തന്നെ ദാദാബായിയുടെ കൺട്രോളിലാണ് ഉള്ളതെന്ന് പറയുന്നുണ്ട്. അതിലൊരു സ്റ്റാഫായി ഗീത ആയിക്കോട്ടെ നമ്മുടെ അമയ് പട്നായിക്കിൻ്റെ വലിയ ഫാനാണ് കേട്ടോ. അദ്ദേഹം 73 റെയ്ഡ് പോയിട്ടുണ്ടല്ലോ. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് പേപ്പർ കട്ടിംഗ് എല്ലാം തന്നെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. അതെല്ലാം തന്നെ നമ്മുടെ ഹീറോനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. പക്ഷെ അവിടെയുള്ള ഒരു ഓഫീസർ മാത്രം നമ്മുടെ ഹീറോനെ പുച്ഛിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇത്രയും തവണ ട്രാൻസ്ഫർ അയാൾ ഇനി ഇവിടെ നിന്ന് എപ്പോഴാണാവോ പോകാൻ പോകുന്നത് എന്ന പോലെ പറയുന്നു. ഓഫീസിൽ നടന്ന ഈ കാര്യമെല്ലാം തന്നെ നമ്മുടെ ഹീറോ വീട്ടിലിരുന്ന് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ തന്നെ ഹീറോ ആ മിനിസ്റ്ററായ ദാദാബായിയുടെ ഫൗണ്ടേഷൻ്റെ സ്ഥലത്ത് പോകുന്നുണ്ട് കേട്ടോ. അവിടെ ഒരു 40 അടി ഉയരത്തിൽ കൈൻ്റെ സ്റ്റാച്ചു എല്ലാം തന്നെ ഉണ്ട്. അതെല്ലാം നമ്മുടെ ഹീറോ നോക്കി നിൽക്കുന്നുണ്ട്. ഹീറോയുടെ പുറകിൽ തന്നെ ആ ദാദാബായി ഒന്ന് നിൽക്കുന്നുണ്ട്. നമ്മുടെ ഹീറോയിൻ്റെ അടുത്ത് വളരെ മര്യാദപൂർവ്വമാണ് സംസാരിക്കുന്നത്. എന്തായാലും ഞങ്ങളുടെ ഗ്രാമത്തിലേക്ക് പുതിയതായിട്ട് ജോലിക്ക് വേണ്ടി വന്ന ആളല്ലേ, എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ എന്നോട് ചോദിച്ചോളൂ എന്നെല്ലാം തന്നെ പറയുന്നു.
പിന്നീട് നമ്മുടെ ഹീറോ ദാദാബായിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്ന് വിചാരിച്ചിട്ട് അവിടെയുള്ള ലോക്കൽ മാർക്കറ്റിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഒരു ഷൂ കടയിലേക്ക് പോകുന്നു. അവിടെയുള്ള കടക്കാരനോട് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ആ കടക്കാരൻ പറയുന്നുണ്ട്, 20 വർഷങ്ങൾക്ക് മുൻപ് ഈ ഒരു ഷൂ കട ദാദാബായിയുടേതായിരുന്നു. ഒരു ദിവസം ദാദാബായി ഫ്രണ്ട്സിൻ്റെ ഒപ്പം ചേർന്നിട്ട് ഈ ഒരു ഷൂ കട മൊത്തം വിറ്റിട്ട് അതിൽ നിന്നും കിട്ടിയ പണം വെച്ചിട്ട് ഗ്രാമത്തിലുള്ള എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുമൂലം ജനങ്ങൾക്ക് എല്ലാവർക്കും തന്നെ ദാദാബായിനെ വലിയ കാര്യമായിരുന്നു. ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ഇലക്ഷനിൽ നിൽക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു MLA സീറ്റ് കിട്ടുമോ എന്ന് ചോദിച്ചിട്ട് ദാദാബായി CMനെ പോയി കാണുന്നു. CM ആയിക്കോട്ടെ, നിനക്കൊക്കെ എന്താ അർഹതയാണ് ഉള്ളതെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ദാദാബായിനെ അപമാനിച്ചു വിടുന്നു. അതുമാത്രമല്ല കേട്ടോ, ദാദാബായിൻ്റെ ചെരുപ്പുകൾ തന്നെ തലയിൽ വെച്ചിട്ട് ആ ഓഫീസിൽ നിന്നും ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. ഇത് കാണുന്ന നാട്ടുകാർക്ക് എല്ലാവർക്കും തന്നെ ആകെ എന്തോ പോലെ ആവുന്നുണ്ട്. ദാദാബായിനെ ഇത്രത്തോളം അപമാനിച്ചത് കൊണ്ട് തന്നെ ജനങ്ങൾ CMനെ എതിർക്കുകയും ഒപ്പം ദാദാബായിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ദാദാബായി ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ഒരു MLA ആയി. പിന്നീട് ദാദാബായിയുടെ വളർച്ച അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു ഘട്ടത്തിൽ CMന് തന്നെ ദാദാബായിയുടെ ഹെൽപ്പ് എല്ലാം തന്നെ ആവശ്യമായിട്ടുണ്ടായിരുന്നു. സോ CM നമ്മുടെ ദാദാബായിൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചിട്ട്, നീ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് വരണമെന്ന് പറയുന്നുണ്ട്. അന്നൊരു ദിവസം എന്നെ നിങ്ങൾ അപമാനിച്ചുവല്ലോ, അതേപോലെ നിങ്ങളും ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ദാദാബായിയുടെ ചെരുപ്പ് അഴിക്കുന്നുണ്ട്. ആ മിനിസ്റ്റർ ആ ചെരുപ്പ് എടുത്തിട്ട് അയാളുടെ തലയിൽ വെച്ച് നടക്കുന്നുണ്ട്. അങ്ങനെ ദാദാബായിനെ സ്വന്തം രാഷ്ട്രീയ പാർട്ടിയിലേക്ക് ചേർക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് ദാദാബായി മിനിസ്റ്റർ ആവുകയും പിന്നീട് ദാദാബായി സ്വന്തമായിട്ട് കുറേ സംരംഭങ്ങൾ തുടങ്ങുകയും ആ ഗ്രാമത്തിലെ പാവപ്പെട്ട ജനങ്ങൾക്കെല്ലാം തൊഴിലവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു. ജോലിയില്ലാത്ത സ്ത്രീകൾക്കെല്ലാം ജോലിയെക്കുറിച്ച് പഠിക്കാനുള്ള ഓരോ അവസരങ്ങളും ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാദാബായിക്ക് ഒരു പെൺകുട്ടി ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ഒരു ട്രെയിൻ ആക്സിഡൻറ്റിൽ അവൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദാദാബായിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം നമ്മുടെ ഹീറോ അറിഞ്ഞിരിക്കുകയാണ്. ശേഷം ഹീറോയുടെ വീട്ടിൽ ഹീറോ കുടുംബത്തോടൊപ്പം ഹോളി സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രാത്രി സമയത്ത് ഹീറോന് എന്തോ ഒരു ഫോൺ കോൾ വരികയും ഹീറോ രാത്രി തന്നെ എവിടെയോ പോവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ഹീറോ അവിടെയുള്ള നെൽപ്പാടങ്ങളെല്ലാം പോയി സന്ദർശിക്കുന്നുണ്ട്. അവിടെയുള്ള മാക്സിമം സ്ഥലങ്ങളും ദാദാബായിയുടെ പേരിലാണ് ഉള്ളത്. അതെന്താണെന്ന് അവിടെയുള്ള ആളുകളോട് നമ്മുടെ ഹീറോ ചോദിക്കുന്നു. അപ്പോൾ അവിടെയുള്ള കർഷകർ പറയുന്നുണ്ട്, ദാദാബായി ഭയങ്കര ലക്കിയാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സ്ഥലം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല രീതിക്ക് വിളവ് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഒരു ദിവസം നമ്മുടെ ഹീറോ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ടായിരുന്ന എല്ലാ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനെയും രാത്രി സമയത്ത് ഒരു സ്ഥലത്തേക്ക് വിളിച്ചു ചേർക്കുന്നു. എന്നിട്ട് ഒരു നോട്ടീസ് എല്ലാവരുടെ കയ്യിലും കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അടുത്തതായിട്ട് ദാദാബായിയുടെ സ്ഥലത്ത് പോയിട്ടാണ് റെയ്ഡ് ചെയ്യാൻ പോകുന്നതെന്ന് പറയുന്നു. ഇത് കേൾക്കുന്ന ആളുകളെല്ലാം ചിരിക്കുന്നുണ്ട് കേട്ടോ. അദ്ദേഹം വളരെ മാന്യനാണ്, അവിടെ റെയ്ഡ് ചെയ്തിട്ട് ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയുന്നു. അപ്പോഴാണ് ഹീറോ കണ്ടെത്തിയ ഒരു കാര്യം പറയുന്നത്. സ്റ്റാർട്ടിംഗ് സീനിൽ നമ്മുടെ ഹീറോ ഒരു രാജാവിൻ്റെ അടുത്ത് 2 കോടി രൂപ പണം തരികയാണെങ്കിൽ നിങ്ങൾ പറയുന്നത് ചെയ്യാമെന്ന് പറഞ്ഞില്ലേ, അത് തന്നെ നമ്മുടെ ഹീറോയുടെ പ്ലാനാണ്. ഹീറോ പറഞ്ഞത് കേട്ടിട്ട് ആ രാജാവിൻ്റെ തലപതി പണം എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് പോകുന്നു. അവിടേക്ക് നമ്മുടെ ഹീറോ സ്വന്തം ആളിനെയും പറഞ്ഞയക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എവിടേക്കാണ് പോകുന്നതെന്നെല്ലാം തന്നെ അറിയുന്നുണ്ട്. അതായത് ആ തലപതി ഈ രാജാവിന് വേണ്ടിയിട്ട് 2 കോടി രൂപ ചോദിക്കുന്നത് ദാദാബായിയുടെ അടുത്താണ് കേട്ടോ. ദാദാബായിയും ആ രാജാവും ഫ്രണ്ട്സാണ്. ഈ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോ 2 കോടി രൂപ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഹീറോ ആ 2 കോടി രൂപയൊന്നും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിക്കുന്നുണ്ട്. എന്നിട്ട് രാജാവിനെയും ആ തലപതിയെയും എല്ലാം തന്നെ ജയിലിൽ വെക്കുന്നു. ശേഷം നമ്മുടെ ഹീറോ സീനിയർ ഓഫീസറിനെ കണ്ടിട്ട്, എനിക്ക് ട്രാൻസ്ഫർ വേണം, അതും ഭോജ് എന്ന ഈ സ്ഥലത്താണ് വേണ്ടതെന്ന് പറയുന്നുണ്ട്. അതായത് ദാദാബായിനെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഹീറോ ഈ ഒരു ഗ്രാമത്തിലേക്ക് തന്നെ വന്നത്. തുടർന്ന് ദാദാബായിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളെല്ലാം തന്നെ അറിഞ്ഞു. മുംബൈയിൽ ഒരുപാട് കമ്പനി ഉണ്ട് കേട്ടോ, അതെല്ലാം തന്നെ ദാദാബായിയുടേതാണ്. പക്ഷെ അതൊന്നും തന്നെ അയാളുടെ പേരിലല്ല ഉള്ളത്, ആ ഗ്രാമത്തിലെ പാവപ്പെട്ട ആളുകളുടെ പേരിലാണ് ഉള്ളത്. അവരോട് വന്ന് അന്വേഷിക്കുമ്പോഴോ അവർക്ക് ഒരു നേരത്തിന് ഭക്ഷണം പോലും ഇല്ലാതെ കഷ്ടപ്പെടുന്ന ആളുകളാണ്. ഹീറോന് കൂടുതൽ സംശയം തോന്നിയിട്ട് ആ ദാദാബായിയുടെ ഫൗണ്ടേഷന് മുന്നിൽ ഒരു കൈൻ്റെ സ്റ്റാച്ചു ഉണ്ടല്ലോ, അതൊന്ന് പോയി ചെക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. അതെല്ലാം തന്നെ ഗോൾഡാണ്. അതായത് ബ്ലാക്ക് മണി കൊണ്ട് അയാൾ ഇങ്ങനെയെല്ലാമാണ് ഓരോന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അതേപോലെ ആ ഫൗണ്ടേഷനിൽ ഒരു സീക്രട്ട് മുറി ഉണ്ടല്ലോ, ആ മുറിയിലാണ് ദാദാബായിയുടെ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയ എല്ലാ ഫയൽസും ഉള്ളത്. അങ്ങനെ ഹോളിഡേ രാത്രി നമ്മുടെ ഹീറോന് ഫോൺ കോൾ വന്നിട്ട് പോയില്ലേ, അതെല്ലാം തന്നെ ഇങ്ങനെയുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. അതേപോലെ ദാദാബായിയുടെ പേരിലുള്ള കൃഷിസ്ഥലം ഉണ്ടല്ലോ, അവിടെയെല്ലാം നമ്മുടെ ഹീറോയെ പരിശോധിക്കുന്നുണ്ട്. അവിടെയുള്ള മണ്ണിന് താഴെയായിട്ട് ഓരോ ബോക്സ് ഉണ്ട്, ആ ബോക്സിലെല്ലാം പണമാണ് ഉള്ളത്. അങ്ങനെ ഏകദേശം 30 സെർച്ച് വാറൻറ്റുമായിട്ടാണ് ഇപ്പോൾ ഹീറോ സ്വന്തം ടീമിനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് കേൾക്കുന്ന മറ്റു ഓഫീസേഴ്സ് എല്ലാവരും ഷോക്കാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ദാദാബായിയുടെ സ്ഥലമെല്ലാം പരിശോധിക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഹീറോ ആദ്യം തന്നെ ദാദാബായിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത്. ജോലിക്കാരനായിക്കോട്ടെ ഇൻകം ടാക്സ് ഓഫീസേഴ്സിനൊന്നും അകത്തേക്ക് വിടില്ല എന്നല്ലാതെ തന്നെ ഒരുമാതിരി ഭീഷണിപ്പെടുത്തുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഹീറോയുടെ കൂടെ പോലീസുകാരെല്ലാവരും ഉള്ളത് കൊണ്ട് തന്നെ ജോലിക്കാരന് കൂടുതലൊന്നും പറയാൻ കഴിയുന്നില്ല കേട്ടോ. ഹീറോയും ടീമും അകത്തേക്ക് പോകുന്നു. ആ സമയത്ത് ദാദാബായ് അമ്മയുടെ കാലെല്ലാം തന്നെ പാലഭിഷേകം ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
നമ്മുടെ ഹീറോ ആയിക്കോട്ടെ വീട് മൊത്തം സെർച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദാദാബായിയുടെ മുഖത്തായിക്കോട്ടെ ഒരു ഭാവ വ്യത്യാസവും ഇല്ല കേട്ടോ. അമ്മയ്ക്ക് ദാദാബായിനെ ഒരുപാട് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്, ഇവിടേക്ക് റെയ്ഡ് നടത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാൻ പോകാനാണ്, എൻ്റെ മകൻ തങ്കപ്പെട്ടവനാണെന്ന് പറയുന്നുണ്ട്. തുടർന്ന് നമ്മുടെ ഹീറോയും ടീമും ആ വീട് മൊത്തം പരിശോധിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് സ്വർണ്ണം മാത്രമാണ് കിട്ടുന്നത്. അതും ദാദാബായി അമ്മയ്ക്ക് വേണ്ടി വാങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ പ്രോപ്പർ ബില്ലെല്ലാം തന്നെ കാണിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് കുറച്ച് ആളുകൾ ചേർന്നിട്ട് ദാദാബായിയുടെ കൃഷിസ്ഥലമെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട്. ഹീറോ പറഞ്ഞതുപോലുള്ള പണമൊന്നും തന്നെ അവിടെ നിന്നും കിട്ടുന്നില്ല. പിന്നീട് ആ ഒരു ഫൗണ്ടേഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ഹീറോ കണ്ടില്ലേ സ്വർണത്തിലുള്ള ആ കയ്യെ, അതിപ്പോൾ പരിശോധിക്കുമ്പോൾ അത് സ്വർണ്ണമല്ല എന്നാണ് വിദഗ്ധർ പറയുന്നത്. ഇന്നലെ നമ്മുടെ ഹീറോ പരിശോധിക്കുമ്പോൾ കുറച്ച് സാമ്പിൾ മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അത് സ്വർണ്ണമാണെന്നും പറയുന്നുണ്ട്. പിന്നീട് അവിടെ തന്നെയുള്ള ഡോക്യുമെൻറ്റ്സ് എല്ലാം ഉള്ള റൂമിൽ പോയി നോക്കുമ്പോൾ ഒരു ഫയൽസും കാണുന്നില്ല കേട്ടോ. ഹീറോ ആകെ ഷോക്കായി പോകുന്നുണ്ട്. ഇന്നലെ വന്നപ്പോൾ ഇതിന് നേരെ വിപരീതമായിരുന്നുവല്ലോ. അതായത് നമ്മുടെ ഹീറോയും കൂട്ടരെയും ഇന്ന് റെയ്ഡ് വരുമെന്ന കാര്യം ആൾറെഡി ആ ദാദാബായി അറിഞ്ഞിട്ടുണ്ട്. ഹീറോയുടെ 74ാമത്തെ റെയ്ഡ് ആയിക്കോട്ടെ ഫെയിലിയർ ആയിരിക്കുകയാണ്. അതും മിനിസ്റ്ററിൻ്റെ വീടിനല്ലേ പോയത്. അതുകൊണ്ട് തന്നെ ഹീറോ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. ജയിലുള്ള രാമേശ്വർ എന്നൊരു മുത്തശ്ശനെ കാണിച്ചിരുന്നുവല്ലോ, അദ്ദേഹം ഇപ്പോൾ ജാമ്യത്തിലെല്ലാം ഇറങ്ങിയിട്ട് നമ്മുടെ ഹീറോയുടെ വീട്ടിൽ ഹീറോയിൻ്റെ ഒപ്പം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷേ സസ്പെൻഷനിലിരിക്കണമെന്ന് നമ്മുടെ ഹീറോ ആയിക്കോട്ടെ ഒരുപാട് വിഷമിക്കുകയാണ്. തനിക്കിത് എവിടെയാ തെറ്റുപറ്റിയതെന്നൊക്കെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഹീറോയിന് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഹീറോ ദാദാബായിയുടെ വീട്ടിൽ റെയ്ഡ് നടത്തിയതിന് ശേഷം പുറത്ത് വരുമ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു മുത്തശ്ശൻ നമ്മുടെ ഹീറോയുടെ പോക്കറ്റിൽ ഒരു പേപ്പർ കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നേഹ എന്നൊരു പെൺകുട്ടിയുടെ പേരും അവൾ റെയിൽവേയിലാണ് ജോലി ചെയ്യുന്നത് എന്നൊരു ഡീറ്റെയിലുമാണ് ഉള്ളത്. ഇതൊരു ക്ലൂ ആണെന്ന് മനസ്സിലാക്കി നമ്മുടെ ഹീറോ അത് അന്വേഷിച്ച് പോവുകയാണ് കേട്ടോ. മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ഹീറോയുടെ റെയ്ഡിൽ നിന്നും സേഫായി രക്ഷപ്പെട്ടല്ല എന്നൊരു ഹാപ്പിയിൽ ദാദാബായി ഫ്രണ്ട്സിൻ്റെ കൂടെ ഒരു പാർട്ടിക്കെല്ലാം തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ ഒരു കാര്യം കൂടി കണ്ടെത്തിയിരിക്കുകയാണ് കേട്ടോ. ഗോൾഡ് എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് ലാൻഡും. രണ്ടിൻ്റെയും മൂല്യം കൂടുതലാണ് കേട്ടോ. ദാദാബായിയുടെ പേരിലായിക്കോട്ടെ ഒരുപാട് ലാൻഡ് ഉണ്ട്. അതല്ല ആ കർഷകരുടേത് കൂടിയിട്ടാണ്. അതുമാത്രമല്ല ഇതിനെല്ലാം പുറകിൽ ചില സ്ത്രീകളും ഉണ്ടെന്ന കാര്യം നമ്മുടെ ഹീറോ മനസ്സിലാക്കുന്നു. ഹീറോ ഇപ്പോൾ നേഹ റാത്തോ എന്നൊരു പെൺകുട്ടി അന്വേഷിച്ച് പോയതാണല്ലോ. അപ്പോഴാണ് അറിയുന്നത് അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. 3 വർഷത്തിന് മുൻപായിട്ട് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ സൂസൈഡ് ചെയ്യുന്ന ആ ഒരു സമയത്ത് അവർ അവരുടെ ലവറിന് വേണ്ടിയിട്ട് ഒരു ലെറ്റർ എഴുതിയിട്ടുണ്ടായിരുന്നു. ആ ലവർ നമ്മുടെ ദാദാബായാണ് കേട്ടോ. പക്ഷേ മരണത്തിന് ശേഷം ആ ഒരു ലെറ്ററിനെ കുറിച്ച് ഒന്നൊരു കാര്യവും പുറത്തു വന്നിട്ടുണ്ടായിരുന്നില്ല. ഇതെല്ലാം തന്നെ ഒരു ഓഫീസർ നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട് കേട്ടോ. ഒപ്പം ഈ നേഹയുടെ മരണത്തിന് ശേഷം നേഹയുടെ പേരിൽ ദാദാബായ് ഒരുപാട് സ്റ്റാർ ഹോട്ടൽസ് എല്ലാം തന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്വത്തെല്ലാം തന്നെ ഉണ്ട് കേട്ടോ. ഒപ്പം വേറെ സ്ത്രീകളുടെ പേരിലും തന്നെ ഉണ്ട്. അവരെല്ലാം ആരാണെന്നൊക്കെയാണ് ഹീറോ അന്വേഷിച്ച് പോകുന്നത്. ആ സ്ത്രീകളെല്ലാം തന്നെ ഓരോ ഭാഗത്തായിട്ട് റെയിൽവേ ഡിപ്പാർട്ട്മെൻറ്റിലാണ് ജോലി ചെയ്യുന്നത്. അവരോടെല്ലാം തന്നെ നമ്മുടെ ഹീറോ ദാദാബായിനെ കുറിച്ച് എന്തെങ്കിലും അറിയുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അവരുടെ മുഖമെല്ലാം മാറുന്നുണ്ട്. അവർ വല്ലാതെ പേടിക്കുന്നു. പക്ഷേ അതിൽ അനിത എന്നൊരു പെൺകുട്ടി മാത്രം നമ്മുടെ ഹീറോൻ്റെ അടുത്ത് സത്യങ്ങളെല്ലാം പറയാൻ തയ്യാറാവുന്നുണ്ട് കേട്ടോ. ദാദാബായി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ പാവപ്പെട്ട കർഷകരുടെ വീട്ടിലെ ഓരോ പെൺകുട്ടിയെയും ദാദാബായി നോട്ട് ചെയ്യും. അവരുമായിട്ട് ഒരുപാട് അടുക്കും. അവർക്ക് ഗവൺമെൻറ് ജോലി വാങ്ങിത്തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ പേരിലുള്ള ആ ലാൻഡെല്ലാം തന്നെ ദാദാബായി സ്വന്തം പേരിലേക്ക് മാറ്റും. കൂടാതെ അവർക്ക് വിവാഹ വാഗ്ദാനമെല്ലാം നൽകിയിട്ട് അവരുമായിട്ട് ഒരുപാട് അടുക്കും. ഞങ്ങളെ വിവാഹം കഴിക്കില്ലേ എന്നെല്ലാം തന്നെ അവർ ചോദിക്കുമ്പോൾ ദാദാബായി പറയും, നിങ്ങളെ ഒന്നും തന്നെ ഞങ്ങൾ വിവാഹം കഴിക്കില്ല. വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പറയുന്നവരെ വിവാഹം കഴിച്ചോളൂ. പക്ഷേ ഞാൻ വിളിക്കുന്ന സമയത്തെല്ലാം എൻ്റെ കൂടെ ഈ റൂമിലേക്ക് വരണം എന്നാണ് പറയുന്നത്. ആ പെൺകുട്ടികൾക്ക് ദാദാബായിനെ എതിർത്ത് ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. ദാദാബായി അവരുടെ ജീവിതവും നശിപ്പിച്ചിട്ട് അവരുടെ ലാൻഡെല്ലാം സ്വന്തമാക്കിയിട്ട് പാവം ആ പെൺകുട്ടികൾ ഏതോ ഒരു ജില്ലയിൽ റെയിൽവേയിൽ ചെറിയ ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. ഈ ഒരു കാര്യം അറിഞ്ഞതും നമ്മുടെ ഹീറോന് പാവം ആ പെൺകുട്ടികൾക്കെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ട്. അവർക്ക് നീതി കിട്ടണമെന്നൊക്കെ നമ്മുടെ ഹീറോ തൻ്റെ ഹയർ ഓഫീസറിനെ കണ്ട് സംസാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർ പറയുന്നുണ്ട്, നമ്മുടെ ജോലി റെയ്ഡ് നടത്തുന്നത്, ടാക്സ് അടയ്ക്കാത്തവരെ കണ്ടെത്തുന്നത് എന്നൊക്കെ മാത്രമാണ്. പെൺകുട്ടികൾക്ക് നീതി വാങ്ങിച്ചു കൊടുക്കുന്നതൊന്നുമല്ല. അതിന് വേണ്ടിയിട്ട് നീ വല്ല വക്കീലിനെയും പോയി കാണുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഹീറോ ഒരു വക്കീലിനെ പോയി കാണുന്നുണ്ട്. വക്കീലിൻ്റെ അടുത്ത് ഈ ഒരു കേസിനെ കുറിച്ചെല്ലാം തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് 1 ലക്ഷം രൂപ ഫീയും കൊടുക്കുന്നുണ്ട് കേട്ടോ. വക്കീൽ ആദ്യം തന്നെ ദാദാബായിക്കെതിരായിട്ട് ഒരു നോട്ടീസ് അയക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഹീറോ ദാദാബായിക്ക് കോൾ വിളിച്ചിട്ട്, നിന്നെ ആ ഒരു ടാക്സിൽ എനിക്ക് പിടിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ ഈ പെൺകുട്ടികൾക്ക് നീതി വാങ്ങിച്ചു കൊടുത്തിട്ട് ആ വഴിയെങ്കിലും നിന്നെ ജയിലിലാക്കുമെന്ന് പറയുന്നു. ദാദാബായി ഇതിനൊന്നിനും തന്നെ പേടിക്കുന്നില്ല കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹീറോ സസ്പെൻഷനിലാണല്ലോ ഉള്ളത്. ഹീറോയുടെ സ്ഥാനത്തേക്ക് അവിടെ പുതിയതായിട്ടൊരു ഇൻകം ടാക്സ് ഓഫീസറാണ് വരുന്നത്. അയാൾ നമ്മുടെ ഹീറോയെ പോലെയൊന്നുമല്ല കേട്ടോ. വന്നതും തന്നെ മറ്റു ഓഫീസേഴ്സിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇവിടെയുള്ള വലിയ കക്ഷികളുടെ വീട്ടിലെല്ലാം നമ്മൾ റെയ്ഡിന് പോകുന്നതിന് മുൻപായിട്ട് അവരോട് കാര്യം പറയണം. അവരെ വല്ല അഡ്ജസ്റ്റ്മെൻറ്റിന് വരികയാണെങ്കിൽ നമ്മളതിന് ഓക്കെ പറയണം. അല്ലാതെ വേറൊന്നും ചെയ്യാൻ പാടില്ല. ഈ സ്ഥലത്തെ വലിയ കക്ഷി ദാദാബായി അല്ലേ, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് ആ ഓഫീസർ അങ്ങോട്ട് പോകുന്നു.
ദാദാബായിൻ്റെ അടുത്ത് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അമ്മയുടെ അടുത്ത് നിന്ന് ബ്ലെസ്സിങ്സ് എല്ലാം തന്നെ വാങ്ങിക്കുന്നുണ്ട്. ഞാൻ ഈ ഗവൺമെൻറ് ജോബിൽ നിന്ന് റിട്ടയർഡ് ആയതിനു ശേഷം പൊളിറ്റിക്സിൽ വരാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എല്ലാം തന്നെ എനിക്ക് വേണം. നിങ്ങൾ പറയുന്നത് പോലെ ഞാൻ കാര്യങ്ങളെല്ലാം ചെയ്യുള്ളൂ എന്ന് ദാദാബായിയുടെ അടുത്ത് ഡീലിംഗ് എല്ലാം തന്നെ സംസാരിക്കുന്നു. മറ്റൊരു ഭാഗത്തായിക്കോട്ടെ, നമ്മുടെ ഹീറോന് വേണ്ടി ഹാജരായ വക്കീലിൻ്റെ അടുത്ത് ദാദാബായിയുടെ അസിസ്റ്റൻ്റ് വന്നിട്ട് ഈ ഒരു കേസ് ഞങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ വേണം നിങ്ങൾ വാദിക്കാൻ. നിങ്ങൾക്കതിന് എത്ര പണം വേണമെന്ന് ചോദിക്കുന്നുണ്ട്. ആ വക്കീലും അതിന് 2 കോടി രൂപയാണ് ആവശ്യപ്പെടുന്നത്. മറ്റൊരു ഭാഗത്ത് ഗീതയായിക്കോട്ടെ നമ്മുടെ ഹീറോയെ ഒന്ന് കാണണമെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഹീറോയോട് പറയുന്നുണ്ട്, അന്ന് നമ്മൾ റെയ്ഡ് പോയ ദിവസം നിങ്ങൾ സസ്പെൻഡഡായി. അതിനുശേഷം ഞാൻ കുറച്ച് കാര്യങ്ങൾ കണ്ടെത്തി. നമ്മൾ റെയ്ഡ് പോയത് മുൻകൂട്ടി അറിഞ്ഞിട്ട് അയാളുടെ സ്ഥലത്തുണ്ടായിരുന്ന പണപ്പെട്ടികളും സ്വർണ്ണാഭരണങ്ങളെല്ലാം തന്നെ ഒരു 3 കാളവണ്ടിയിലൂടെ ഇവിടെ നിന്ന് സ്ഥലം മാറ്റിയിട്ടുണ്ടായിരുന്നു. അതിനുള്ള കുറച്ച് എവിഡൻസ് എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹീറോ ഇവിടേക്ക് സ്ഥലം മാറി വന്നപ്പോൾ തന്നെ ദാദാബായിക്ക് ഇനി നമ്മുടെ ഹീറോ കാരണം എന്തെങ്കിലും പ്രശ്നം വരുമോ എന്നൊരു പേടിയുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഹീറോ വന്ന ഫസ്റ്റ് ഡേ മുതൽ ഹീറോയുടെ എല്ലാ കാര്യങ്ങളും ദാദാബായി നിരീക്ഷിക്കുകയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ ഹീറോ ആ ഫൗണ്ടേഷനിൽ പോയിട്ട് ഗോൾഡ് ചെക്ക് ചെയ്തതും അവിടെയുള്ള കാര്യങ്ങൾ കണ്ടെത്തിയതെല്ലാം തന്നെ ദാദാബായി നേരത്തെ അറിഞ്ഞിട്ട് ഇതെല്ലാം തന്നെ മാറ്റിയത്. ഇപ്പോൾ പ്രസൻറ്റിൽ ഈ കാര്യമെല്ലാം തന്നെ അസിസ്റ്റൻ്റായ ഗീത നമ്മുടെ ഹീറോയോട് പറയുന്നുണ്ട്. ഹീറോ ചോദിക്കുന്നുണ്ട്, നമ്മുടെ ഈ ഒരു സ്ഥലത്ത് 100 കാളവണ്ടി വെച്ചിരിക്കുന്ന ആൾ ആരാണെന്ന് ചോദിക്കുന്നത്. അത് മിക്കവാറും ഈ സ്ഥലത്തെ ജന്മിയായിരിക്കുമെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ ജന്മിയുടെ വീട്ടിൽ തന്നെ നിങ്ങൾ റെയ്ഡ് പൊയ്ക്കോളൂ, അവിടെയായിരിക്കും ആ സ്വർണ്ണമെല്ലാം ഉള്ളതെന്ന് ഹീറോ ഗീതയോട് പറയുന്നു. പുതിയതായിട്ട് വന്ന ഇൻകം ടാക്സ് ഓഫീസർ ആയിക്കോട്ടെ ദാദാബായിയുടെ പണമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് റെയ്ഡൊന്നും തന്നെ പോവില്ലല്ലോ. സോ ഈ ഒരു കാര്യം പറയേണ്ട, ജന്മിയുടെ വീട്ടിൽ കുറേ പണമുണ്ട്, നമുക്ക് പോവാമെന്ന് മാത്രം പറയുമെന്ന് പറയുന്നുണ്ട്. ഗീതയും ഹീറോ പറഞ്ഞ പോലെ ആ ഓഫീസറോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത ദിവസം തന്നെ എല്ലാവരും കൂടിയിട്ട് ആ ജന്മിയുടെ വീട്ടിലേക്ക് റെയ്ഡിന് വേണ്ടിയിട്ട് പോകുന്നു. വീട്ടിനകത്തുള്ള ഫ്രിഡ്ജ്, പുറത്തുള്ള വൈക്കോലിൻ്റെ ഇടയിൽ അങ്ങനെ പറഞ്ഞ് ഒരുപാട് പണം അവിടെ നിന്നും കിട്ടുന്നുണ്ട് കേട്ടോ. 20 കോടി രൂപ പണവും 5-6 കിലോ സ്വർണവുമാണ് കിട്ടുന്നത്. അതെല്ലാം തന്നെ അവർ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഹീറോ ദാദാബായിക്ക് കോള് വിളിച്ചിട്ട്, നിനക്കിന്നൊരു 5 സംഭവം നടക്കും. അതിൽ 5-മത്തെ സംഭവം എന്തെന്നാൽ, ആ ജന്മിയുടെ വീട്ടിൽ നീ മറച്ചു വെച്ചിട്ടുണ്ടല്ലോ പണവും സ്വർണവും, അതെല്ലാം തന്നെ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിൽ എത്തുമെന്ന് പറയുന്നുണ്ട്. പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലോ. ആ പുതിയ ഇൻകം ടാക്സ് ഓഫീസർ ആയിക്കോട്ടെ ദാദാബായിയുടെ അടുത്ത് വന്നിട്ട് ഒരുപാട് മാപ്പ് ചോദിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടേതാണെന്ന് എനിക്ക് അറിയില്ല, അറിയാതെയാണ് അങ്ങോട്ട് റെയ്ഡിന് പോയതെന്നെല്ലാം പറയുന്നു. ശരി, ഇനിയിപ്പോൾ എവിടെ റെയ്ഡിന് പോവുകയാണെങ്കിലും എന്നോട് പറഞ്ഞിട്ട് വേണം പോവാൻ എന്നെല്ലാം തന്നെ ദാദാബായ് അയാളോട് പറയുന്നുണ്ട്. ദാദാബായിക്ക് ഇപ്പോൾ നല്ലോണം പേടിയാവുന്നുണ്ട് കേട്ടോ. കാരണം സ്വത്തെല്ലാം തന്നെ 5 സ്ഥലങ്ങളിലായിട്ടാണ് മറച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പോൾ വേറെ സ്ഥലത്തുള്ള പണത്തിനെയും സേഫായിട്ട് വീട്ടിലേക്ക് കൊണ്ടുവരണമെന്ന് തൻ്റെ അടിയാളുകളോട് പറയുന്നുണ്ട്. അങ്ങനെ ദാദാബായിയുടെ അസിസ്റ്റൻ്റ് ആ പണം എടുക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അവിടേക്ക് ഇൻകം ടാക്സ് ഓഫീസേഴ്സ് സെർച്ചിന് പോയിട്ട് ആ പണമെല്ലാം തന്നെ അവർ എടുത്തിരിക്കുകയാണ്. ഹീറോ എങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം കണ്ടെത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ദാദാബായി ഭയങ്കരമായിട്ട് ടെൻഷൻ ആവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ 3-മതായിട്ടൊരു സ്ഥലത്ത് പണമുണ്ട്, അത് എടുത്തിട്ട് വരണമെന്ന് തൻ്റെ അസിസ്റ്റൻറ്റിനോട് പറയുന്നുണ്ട്. അതിന് മുൻപായിട്ട് തന്നെയാണ് നമ്മുടെ ഹീറോ അതേ സ്ഥലത്തിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. പക്ഷെ അവിടെ പണമൊന്നും തന്നെ ഇല്ല. ഇപ്പോഴാണ് ദാദാബായിക്ക് മനസ്സിലാവുന്നത് ഇവിടെയുള്ള ഇൻഫർമേഷൻസ് എല്ലാം ആരാ പറയുന്നതെന്ന്. അത് ദാദാബായിയുടെ അസിസ്റ്റൻ്റ് തന്നെയാണ് കേട്ടോ. അയാളെ ഇട്ട് ദാദാബായി ഒരുപാട് അടിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്തായിക്കോട്ടെ കോർട്ടിൽ ആ ഒരു കേസ് നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ദാദാബായി കാരണം കഷ്ടപ്പെടുന്ന പെൺകുട്ടികളെല്ലാവരും അവിടെ വന്ന് പറഞ്ഞാൽ മാത്രമേ ഈ ഒരു കേസിൽ ദാദാബായിക്ക് ശിക്ഷ കിട്ടുകയുള്ളൂ. ഒരു പെൺകുട്ടി മാത്രമാണ് കേട്ടോ തനിക്ക് നടന്ന സംഭവങ്ങളെല്ലാം കോർട്ടിൽ വന്ന് പറയാൻ തയ്യാറാവുന്നത്. മറ്റു പെൺകുട്ടികളെല്ലാം പേടിക്കുന്നുണ്ട്. അവരോടെല്ലാം തന്നെ നമ്മുടെ ഹീറോയിൻ നേരിട്ട് പോയി സംസാരിച്ച് അവർക്ക് ധൈര്യം കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫ് നശിപ്പിച്ചിട്ട് നിങ്ങളുടെ സ്വത്തെല്ലാം കൈക്കലാക്കിയിട്ട് അയാൾ സുഖമായിട്ട് അവിടെ നടക്കുന്നുണ്ട്. നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് കഷ്ടപ്പെടണോ? നിങ്ങൾക്ക് ന്യായം കിട്ടേണ്ടേ എന്നെല്ലാം ചോദിക്കുന്നുണ്ട്. ആ പെൺകുട്ടികളും നമ്മുടെ ഹീറോയിനെ വിശ്വസിക്കുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് ദാദാബായി നമ്മുടെ ഹീറോനെ കോൾ വിളിച്ചിട്ട്, നിനക്ക് ഇത്രയും നേരം ഇൻഫർമേഷൻ തന്ന എൻ്റെ അസിസ്റ്റൻറ്റിനെ ഞാനിപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. ഇനി നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കൊന്ന് കാണണമല്ലോ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ഹീറോന് വേണ്ടി ഹാജരാകുന്ന വക്കീൽ 2 കോടി രൂപയാണല്ലോ ആവശ്യപ്പെട്ടത്. പക്ഷേ ഈ ദാദാബായി 5 കോടി രൂപയാണ് അയാൾക്ക് കൊടുക്കുന്നത്. എങ്ങനെയെങ്കിലുമൊക്കെ ഈ ഒരു കേസിൽ ഞാൻ ജയിക്കണമെന്ന് ദാദാബായി പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം കോർട്ടിൽ കേസ് വരുന്നുണ്ട് കേട്ടോ. ദാദാബായിനെ പേടിച്ചിട്ട് ദാദാബായിക്കെതിരായിട്ട് സാക്ഷി പറയാൻ വരുന്ന പെൺകുട്ടികൾ ആരും തന്നെ അങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോഴാണ് വക്കീൽ മറ്റൊരു എവിഡൻസ് ജഡ്ജിന് മുന്നിൽ കൊടുക്കുന്നത്. ദാദാബായി ഈ വക്കീലിൻ്റെ അടുത്ത് വന്നിട്ട് ഡീലിംഗ് സംസാരിച്ചുവല്ലോ, ഈ ഒരു കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കി തരണം, അതിനുവേണ്ടി 5 കോടി രൂപ തരാമെന്ന്. അതിൻ്റെ വീഡിയോ പ്രൂഫാണ് കാണിക്കുന്നത്. ഒപ്പം തന്നെ ദാദാബായി കൊടുത്ത 5 കോടി രൂപയും ഇപ്പോൾ ആ കോർട്ടിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. ഇതുമൂലം തന്നെ ആ ദാദാബായിയാണ് കുറ്റക്കാരനെന്ന് കോർട്ടിന് മുന്നിൽ തെളിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ മറ്റൊരു ട്വിസ്റ്റ് കാണിക്കുന്നുണ്ട് കേട്ടോ. പുതിയതായിട്ടൊരു ഇൻകം ടാക്സ് ഓഫീസർ വന്നുവല്ലോ. അയാൾ പോലും ദാദാബായിയുടെ കൂടെ ഫ്രണ്ട്ലി ആയല്ലോ. ശരിക്കും അയാൾ നമ്മുടെ ഹീറോയുടെ ആളാണ്. ഇത്രയും ദിവസം മോശപ്പെട്ടവനെ പോലെ അഭിനയിക്കുകയായിരുന്നു.
ഈ ദാദാബായിക്ക് സിറ്റിയിൽ ഒരുപാട് ലക്ഷറി ഹോട്ടൽസ് എല്ലാം തന്നെയുണ്ട്. അതെല്ലാം തന്നെ തൻ്റെ എക്സ് ലവറിൻ്റെ പേരിലാണെന്ന് പറഞ്ഞുവല്ലോ. അതെല്ലാം ജനങ്ങളെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ദാദാബായി വേറെ പാർലമെൻറ്റിന് പോയിരിക്കുകയാണ്. ഈ ഒരു ഗ്യാപ്പിൽ എങ്ങനെയെങ്കിലും അവിടെ റെയ്ഡിന് പോകണമെന്ന് നമ്മുടെ ഹീറോയും കൂട്ടരും വിചാരിക്കുന്നുണ്ട്. ഹീറോന് വേറെ ഇപ്പോൾ സസ്പെൻഷൻ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. സോ ഫുൾ പവറോട് കൂടിയിട്ട് ആ ഹോട്ടലിലെല്ലാം തന്നെ പോകുന്നു. ആ രാമേശ്വർ എന്നൊരു മുത്തശ്ശനും ഹോട്ടലിൽ വെച്ചിട്ട് നമ്മുടെ ഹീറോയെ കാണുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, എന്ത് പറ്റി, ദാദാബായിയുടെ എല്ലാ കാര്യങ്ങളൊന്നും പുറത്തു വരാൻ പോവുകയാണോ? ഞാൻ ഈ ഹോട്ടലിൽ വെറുതെ വന്നതാണ്, എന്തായാലും നിന്റെ പണി നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പോകുന്നു. ഇപ്പോൾ പാർലമെൻറ്റിലിരിക്കുന്ന ദാദാബായിക്കും ഇങ്ങനെ ഒരു റെയ്ഡ് നടക്കാൻ പോവുകയാണെന്ന കാര്യം അറിയുന്നുണ്ട് കേട്ടോ. വേഗം അവിടെ നിന്നും പോകുന്നുണ്ട്. മറ്റൊരു ഭാഗത്തായിക്കോട്ടെ ആ ഹോട്ടലിലെ പാൻട്രി എന്നൊരു മുറിയിൽ നമ്മുടെ ഹീറോ സെർച്ച് ചെയ്യുന്നു. അതിനുള്ളിൽ ഒരുപാട് ബെഡുണ്ട് കേട്ടോ. ആ ബെഡെല്ലാം കയറുമ്പോൾ അതിനകത്ത് കുറേ പണമാണ് ഉള്ളത്. അതേപോലെ ആ ഒരു ഹോട്ടലിൽ അലാറം വെച്ചിട്ട് എല്ലാ ഗസ്റ്റിനെയും ഹാളിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ശേഷം അവിടെയുള്ള ഓരോ മുറിയിലും പോയി ചെക്ക് ചെയ്യുമ്പോൾ അവിടെയെല്ലാം സ്വർണം കൊണ്ടുള്ള പൈപ്പുകളാണ് കേട്ടോ. അതെല്ലാം തന്നെ നമ്മുടെ ഹീറോ കറക്റ്റായിട്ട് കണ്ടെത്തുന്നുണ്ട്. അവിടെയുള്ള ഒരു ചുമര് മാത്രം എന്തോ പ്ലാസ്റ്റിക് കൊണ്ടുള്ളത് പോലെ തോന്നുന്നുണ്ട്. ഹീറോ അത് പൊട്ടിച്ചു നോക്കുന്നുണ്ട് കേട്ടോ. അതിനകത്തായിക്കോട്ടെ ഒരുപാട് പണവും സ്വർണ്ണങ്ങളും എല്ലാം തന്നെ ഉണ്ട്. മറ്റൊരു ഭാഗത്ത് ദാദാബായി ആയിക്കോട്ടെ വേഗം CMന് കോൾ വിളിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. എൻ്റെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണെന്ന് അദ്ദേഹം പറയുന്നു. ദാദാബായി PMനും കോൾ വിളിക്കുന്നുണ്ട് കേട്ടോ. PM ആയിക്കോട്ടെ കോളൊന്നും തന്നെ അറ്റൻഡ് ചെയ്യുന്നത് പോലും ഇല്ല. ദാദാബായി ഇപ്പോൾ ശരിക്കും പെട്ടിരിക്കുകയാണ് കേട്ടോ. വേറെ വഴിയൊന്നും തന്നെ ഇല്ല. അതേസമയം ഗ്രാമത്തിലെ ആളുകൾ ഇപ്പോഴും ദാദാബായിനെ വിശ്വസിക്കുന്നുണ്ടല്ലോ. അവരെ എല്ലാം തന്നെ ഹോട്ടലിന് മുന്നിലേക്ക് വിളിച്ചു ചേർക്കുന്നു. നമ്മുടെ ഹീറോയിന് ഒരു സ്പൈ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സ്പൈനെ അതേ ഹോട്ടലിലാണ് ദാദാബായി അടിച്ചിട്ടുണ്ടായിരുന്നത്. അയാളെയും നമ്മുടെ ഹീറോ രക്ഷിക്കുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഹീറോയിനായിക്കോട്ടെ ദാദാബായി കാരണം കഷ്ടപ്പെടുന്ന എല്ലാ പെൺകുട്ടികളെയും ഇപ്പോൾ ദാദാബായിൻ്റെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരികയാണ്. അവിടെ ദാദാബായി ഇല്ല കേട്ടോ. നമ്മുടെ ഹീറോയിൻ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട്. ഈ പെൺകുട്ടികളുടെ ജീവിതമെല്ലാം തന്നെ ദാദാബായി നശിപ്പിച്ചു എന്നൊക്കെ. ഇതൊക്കെ കേട്ടിട്ട് അമ്മ പൊട്ടിക്കരയുന്നുണ്ട്. ഇങ്ങനൊരു ദുഷ്ടനാണോ എൻ്റെ മകൻ എന്നൊക്കെയാണ് ആ അമ്മ ഓർക്കുന്നത്. ഇപ്പോൾ നമ്മുടെ ഹീറോയും ടീമും ആ ദാദാബായിനെ കാണുന്നുണ്ട് കേട്ടോ. ദാദാബായി ഇപ്പോഴും പേടിക്കുന്നില്ല, കൂളായിട്ടാണ് ഇരിക്കുന്നത്. എന്നിട്ടിപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ എൻ്റെ സ്വത്ത് പ്രോപ്പർട്ടി എല്ലാം ഇപ്പോൾ കണ്ടെത്തിയിരിക്കുകയാണ്. പക്ഷെ ഒന്നും തന്നെ ഇവിടെ നിന്ന് നിങ്ങൾക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. പുറത്ത് നോക്കിക്കോളും, എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളാണ് അവിടെ നിൽക്കുന്നത്. അവരുടെ കയ്യിൽ വലിയ വലിയ ആയുധങ്ങളാണ് ഉള്ളത്. അവരവിടെ നിൽക്കുന്നത് വരെ നിങ്ങൾക്ക് എന്നെ ഇവിടെ നിന്നും കൊണ്ടുപോകാനോ എൻ്റെ പ്രോപ്പർട്ടീസ് കൊണ്ടുപോകാനോ കഴിയില്ല എന്ന് പറയുന്നു. അപ്പോഴേക്കും ആ ജനങ്ങളെല്ലാവരും തന്നെ ആ ദാദാബായിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ഹീറോയുടെ വണ്ടിയെല്ലാം തന്നെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. ഒപ്പം ദാദാബായിനെ ഇവിടെ നിന്നും കൊണ്ടുപോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട്. ഇവരിനിപ്പോൾ എങ്ങനെ കൺട്രോൾ ചെയ്യുക എന്ന് ഹീറോ ആലോചിക്കുന്നുണ്ട്. ഹീറോ നേരെ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിൽ പോകുന്നുണ്ട് കേട്ടോ. ദാദാബായിയുടെ കയ്യിൽ നിന്നും കിട്ടിയ കുറച്ച് പണം താഴേക്ക് എറിയുന്നുണ്ട്. ആ പണമെല്ലാം കണ്ടത് തന്നെ ജനങ്ങളെല്ലാം അത് എടുക്കാൻ വേണ്ടിയിട്ട് ഓടുന്നു. ജനങ്ങളുടെ പണം തന്നെയാണല്ലോ ഈ ദാദാബായി അവരെ വഞ്ചിച്ചുകൊണ്ട് സ്വന്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളെല്ലാം ആ പണം എടുക്കാൻ പോകുന്ന ആ ഒരു ഗ്യാപ്പിൽ നമ്മുടെ ഹീറോയും കൂട്ടരും ദാദാബായിയുടെ ബാക്കി പണവും ദാദാബായിനെയും കൊണ്ട് ആ ഹോട്ടലിൽ നിന്ന് സേഫായി പോകുന്നുണ്ട് കേട്ടോ. ദാദാബായിയുടെ കയ്യിൽ സ്വർണം കൊണ്ടുണ്ടാക്കിയ ഒരു 40 അടിയിൽ ഒരു കൈയിൻ്റെ സ്റ്റാച്ചു ഉണ്ടായിരുന്നല്ലോ. അത് മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതെവിടെയാണെന്ന് അന്വേഷിക്കുന്നു. ദാദാബായിൻ്റെ ഫൗണ്ടേഷൻ അടുത്തായിട്ട് തന്നെ ഒരു കുളമുണ്ട് കേട്ടോ. ആ കുളത്തിൻ്റെ അകത്ത് നല്ലോണം സെർച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് ആ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയ സ്റ്റാച്ചു ഇവർക്ക് കിട്ടുന്നത്. ഇതെല്ലാം കണ്ടിട്ട് പോലും ആ ജനങ്ങൾക്ക് ഈ ദാദാബായി ആരാണ്, അയാളുടെ ക്യാരക്ടർ എന്താണെന്ന് മനസ്സിലായിട്ടില്ല കേട്ടോ. അവരെല്ലാവരും ദാദാബായിനെ വെറുതെ വിടണം, ഞങ്ങളുടെ ദൈവമാണ് അദ്ദേഹം എന്നൊക്കെയാണ് പറയുന്നത്. അവർ നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ വരെ വരുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് അവിടേക്ക് ഒരു കാർ വരുന്നത്. ആ കാറിനകത്തു നിന്നും ദാദാബായിയുടെ അമ്മയും ദാദാബായി കാരണം ജീവിതം നഷ്ടപ്പെട്ട ആ പെൺകുട്ടികളും ഇറങ്ങുന്നു. അവർ നേരിട്ട കഷ്ടങ്ങളെല്ലാം പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ ജനങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ദാദാബായി ഇത്രത്തോളം മോശപ്പെട്ടവനാണോ എന്ന്. ദാദാബായിയുടെ അമ്മയും ആ ജനങ്ങളുടെ മുന്നിൽ മാപ്പ് ചോദിക്കാൻ വേണ്ടിയിട്ട് ചെരുപ്പെല്ലാം എടുത്തിട്ട് തലയിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഇത് കാണുന്ന ആ ദാദാബായിക്കും ആകെ വിഷമമാവുന്നുണ്ട്. അമ്മയുടെ അടുത്ത് പോയിട്ട് പൊട്ടിക്കരയുന്നു. ജനങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ദാദാബായിക്ക് എതിരായിട്ട് മാറിയിരിക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടിയിട്ട് അവനെ ഇട്ട് അടിക്കാനായിട്ട് വരുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ എല്ലാവരെയും സ്റ്റോപ്പ് ചെയ്യുന്നു. എന്നിട്ട് എല്ലാവരോടും പറയുന്നുണ്ട്, കുറച്ച് നേരം മുൻപാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ വന്നത്, ഇപ്പോൾ ഇവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്നു. ആദ്യം നിങ്ങൾക്ക് ചുറ്റും എന്താ നടക്കുന്നത്, ആരാണ് നല്ലവർ ആരാണ് മോശപ്പെട്ടവർ എന്ന കാര്യം മനസ്സിലാക്കണം. പെട്ടെന്നൊരു ദിവസം ഒരാൾ നല്ലത് ചെയ്യാൻ വരുന്നെന്ന് പറഞ്ഞു വെച്ചാൽ അയാൾ വിശ്വസിക്കരുത്. അയാൾ എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അയാളുടെ ഉദ്ദേശം എന്താണ്, ഇതിനു മുൻപ് എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ അറിയണം. അതിന് വേണ്ടിയിട്ട് അധികാരത്തിൽ വരുന്ന ആളുകളെ നിങ്ങൾ എന്തായാലും ചോദ്യം ചെയ്യണം. ഇങ്ങനെ പറഞ്ഞ ശേഷം ആ ദാദാബായിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ലാസ്റ്റായിട്ട് നമ്മുടെ ഹീറോൻ്റെ പോക്കറ്റിൽ ഒരു പേപ്പർ കഷ്ണം കൊണ്ടുവന്ന് ഇട്ടുമല്ലോ. ആ ഒരു മുത്തശ്ശനെ പോയി കാണുന്നുണ്ട്. നിങ്ങൾ എൻ്റെ പോക്കറ്റിൽ ആ ഒരു പേപ്പർ കഷ്ണം ഇട്ടത് കൊണ്ടാണ് എനിക്ക് ഇത്രയും കാര്യങ്ങൾ കണ്ടെത്താൻ കഴിഞ്ഞത്. നിങ്ങൾ എന്തിനാണ് എനിക്ക് ഹെൽപ്പ് ചെയ്തത് എന്ന് പറഞ്ഞ് ചോദിക്കുന്നു. ഇയാൾ വേറെ ആരുമല്ല കേട്ടോ. ദാദാബായി ഒരു പെൺകുട്ടിയെ പ്രണയിച്ചുവല്ലോ. ആ പെൺകുട്ടി പോലും ചീറ്റ് ചെയ്ത് അറിഞ്ഞിട്ട് സൂസൈഡ് ചെയ്തുവല്ലോ. ആ പെൺകുട്ടിയുടെ അച്ഛനാണ് ഇദ്ദേഹം.
മകളുടെ മരണത്തിനെങ്കിലും ഒരു നീതി കിട്ടട്ടെ എന്ന് കരുതിയിട്ടാണ് അദ്ദേഹം നമ്മുടെ ഹീറോനെ ഹെൽപ്പ് ചെയ്തത്. ഇങ്ങനെയാണ് ഈ ഒരു മൂവി എൻഡ് ചെയ്യുന്നത്. ഈ മൂവി നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഇതുപോലുള്ള വീഡിയോസുകൾ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.